ട്രിവാൻഡ്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നമസ്കാരം. ഞാൻ ആദ്യം ട്രിവാൻഡ്രത്തിലേക്ക് പോയിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ റാസിസ്, എന്താ പറയുക, എന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ അറിയില്ല, റാസിസ് എന്ന പേര് മാത്രം അതെനിക്ക് സ്വന്തമായുള്ളത്. സോ ഞാൻ കടക്കാൻ പോകുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ അതിവേഗം വളരുന്ന ഒരു IT നഗരമാണ് അല്ലേ. ഈ IT നഗരത്തിൽ IT എന്ന് മാത്രമല്ല, ഇപ്പോൾ പോർട്ട് സിറ്റി ആയിരിക്കുന്നുണ്ട്. സോ ട്രിവാൻഡ്രത്ത് നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണുള്ളത്. പിന്നെ ഈ കമ്പനികളുടെ എണ്ണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ടെക്നോ പാർക്കിൽ വളരെ രീതിയിൽ നെഗറ്റീവ് കമൻസ് കാണാറുണ്ട്. ടെക്നോ പാർക്കിൽ 500 കമ്പനീസേ ഉള്ളൂ, അതിനേക്കാളും കുറച്ചുകൂടെ കമ്പനീസ് 1, 2, 10, 30 കമ്പനീസ് അധികമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല പല വാദങ്ങൾ കേൾക്കാറുണ്ട്. സോ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയാം. 41 ലക്ഷം സ്ക്വയർ ഫീറ്റ് പ്ലാനിലാണ് ഇൻഫോസിസ് ക്യാമ്പസ് പൂർണ്ണമായും വരാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ടെക്നോ പാർക്ക് ഫേസ് 4 പ്ലാൻ ചെയ്തിരുന്ന ക്യാമ്പസ് അവർ ഉപേക്ഷിക്കുകയും ആ സ്പേസും ഉൾപ്പെടുത്തി ഫേസ് 2 തന്നെ നിർമ്മിക്കാനും മാക്സിമം സ്ഥലം യൂസ് ചെയ്യാനും ഒക്കെയാണ് ഇവരുടെ പ്ലാൻ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു ക്യാമ്പസ് എന്നുള്ളത്, അത് ഇപ്പോൾ 4 ഇരട്ടി വലുപ്പത്തിലാണ് ഫേസ് 2 വരുന്നത്. അതായത് 41 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് അവരുടെ പ്ലാൻ. അതിലിനി വരാനുള്ളത് ECC ബ്ലോക്ക്, എന്താ പറയുക, 2 ഡെവലപ്മെൻറ്റ് ബ്ലോക്ക്, SDB 5, 6 ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരാനുള്ളത്. അപ്പോൾ അതിനർത്ഥം ടെക്നോ പാർക്ക് ഫേസ് 2-ൽ ആകെ 2 കമ്പനികളാണുള്ളത്. ഒന്ന് USC ഗ്ലോബലും മറ്റൊന്ന് ഇൻഫോസിസും. അപ്പോൾ ഈ ഫേസ് 2-ൽ നടക്കുന്ന എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇൻഫോസിസും USG എന്നൊക്കെ പറയുന്ന വളരെ വലിയ കമ്പനിയാണ്. അവർ ആ രീതിയിൽ എംപ്ലോയീസിനെ എടുക്കുന്നുണ്ട്, ആ രീതിയിൽ ഡെവലപ്മെൻറ്റ് ബ്ലോക്കും ഉണ്ട്, ആ രീതിയിൽ IT എക്സ്പോർട്ടും നടക്കുന്നുണ്ട്. അതായത് ഈ ഫേസ് 2-ൽ 86 ഏക്കറിൽ ഒരു 400 കമ്പനി വേണമെങ്കിലും സെറ്റ് ചെയ്യാം എന്ന ഒരു ഏറ്റവും വലിയ കമ്പനികൾ, ലോകത്തിലെ തന്നെ വലിയ കമ്പനികൾ മാത്രമായി 2 കമ്പനിയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കുറച്ചെങ്കിലും മനസ്സിലായി കാണും.